ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിസംബർ 31 നമ്മൾ 2 പേർക്ക് ഫ്രീ റീഡിംഗ് ഗിവ് അവേ അനൗൺസ് ചെയ്തിരുന്നു. 2 ലേഡീസിനാണ് അനൗൺസ് ചെയ്തിരുന്നത്. ഒരുപാട് പേര് അതിനകത്ത് പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 ലേഡീസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കൊടുത്തേക്കാം. അവരുടെ കമന്റ്സ് ഉൾപ്പെടെ ഞാൻ സെലക്ട് ചെയ്ത് 2 വ്യക്തികളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പൊ അവരാരാണെങ്കിലും എത്രയും വേഗം എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പല പല വീഡിയോസിലായിട്ട് പലരും ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. അതായത് നമ്മൾ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി, കറന്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവര് ഇപ്പൊ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, ഇനി വരുവാണെങ്കിൽ തന്നെ ഒരുപാട് കാലതാമസം എടുക്കുമോ, ഇത് നോക്കാനായിട്ട് ഒരുപാട് സജഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഇത് എപ്പോ കണ്ടു കഴിഞ്ഞാലും ഇതിൽ വരുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് റീഡിംഗ് എടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ് എന്താണ്, ഏഞ്ചൽസിന് എന്താണ് ഇതിൽ വരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന ആ 2 പേരോട് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, നല്ല കാർഡ് തന്നെയാണ് നമുക്കിവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ഡെക്ക് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ എനർജിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ തന്നെ എനർജി അവിടെ കിട്ടാനായിട്ട് ഒരു 5 സെക്കൻഡ്സ് അവരെ മനസ്സിലൊന്ന് വിചാരിക്കുക, അവരുടെ ഫേസ് വിചാരിക്കുക, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഷഫ്ലിംഗ് പാർട്ട് കാണാൻ താല്പര്യമില്ലാത്തവര് അത് സ്കിപ്പ് ചെയ്തിട്ട് സ്പ്രെഡ് എടുക്കുന്നോട്ട് കണ്ടാലും മതി കേട്ടോ. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഈ ഡെക്കിൽ നിന്ന് കൂടി ചൂസ് ചെയ്ത് നോക്കാം. കോമൺ ആയിട്ട് കാർഡ്സ് വരുന്നുണ്ടോ, എന്താണ് എനർജി എന്നും കൂടി നോക്കാം.
വാവ്, രണ്ട് കാർഡുകൾ ഒരേപോലെ വന്നിട്ടുണ്ട്. 4 ഓഫ് വൺസിന്റെ എനർജി രണ്ടിലും വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാർഡിന്റെ ഒരു പ്രത്യേകത അറിയാലോ, 11 ആണ്. നമ്മള് റീയൂണിയൻ കാർഡാണെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഫൂളാണ്. ഇവിടെ അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഏഞ്ചൽസ് മെസ്സേജ് കാർഡ് എന്ന് പറയുന്നത് റൊമാൻസ് എന്നുള്ളതാണ്. അതായത് ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാലോ. അപ്പൊ ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പൊ നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കി ഇനി ഒരിക്കലും ഒരു റീയൂണിയൻ ഉണ്ടാവില്ല എന്നുള്ള തരത്തിലൊക്കെ പോകുന്ന വ്യക്തികൾ പോലും ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ പാസ്റ്റിൽ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളിലേക്ക് നിങ്ങളുടെ ഈ ഒരു റൊമാൻസ്, ആ ഒരു എന്താ പറയാ, ആ ഒരു ഫുൾഫിൽമെന്റ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് വെറുതെ ഒരു ജസ്റ്റ് ഒരു കോണ്ടാക്ട് കിട്ടുമോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടുമോ എന്നുള്ളതല്ല, ഒരു കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് എൻഗേജ്മെന്റ്, മാരേജ്, അതുപോലെയുള്ള ഒരു കമ്മിറ്റ്മെന്റ്. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ പ്രീവിയസ്ലി, നിങ്ങൾ എത്ര ശക്തമായിട്ട് പ്രണയിച്ചിരുന്നവരാണോ ആ ഒരു ഡീപ്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഏഞ്ചൽസ് മെസ്സേജ്. അതുപോലെ തന്നെ നമ്മളിവിടെ സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ എനർജി ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് പേഴ്സന്റെ പറയാം. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ഇവിടെ ഫുള്ളി ഇമോഷൻസിൽ ഇരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് എന്റെ വ്യൂവേഴ്സ് ആണ്. അതായത് നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറെ പേര് ഇതിൽ നിന്ന് പതിയെ ഒരു സെൽഫ് ലവിലേക്ക് പോയിട്ടുണ്ട്. അവര് അവരുടേതായ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അതിലൊന്ന് എന്താ പറയാ, അതിലായിരിക്കണം ഇനി കോൺസെൻട്രേഷൻ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും 50-50 എന്ന് പറയുന്ന പോലെ നിൽക്കുകയാണ്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ, അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അവരുടെ ഈ വ്യക്തികൾ തന്നെയുള്ളൂ, ഇവരുടെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഫുൾ ടൈം ഇവരെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അത് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു എനർജിയാണ്. എന്താ പറയാ, മനസ്സിന്റെ ഉള്ളിൽ പോലും ആർക്കും അവരെ സറണ്ടർ ചെയ്യാനായിട്ട് തയ്യാറല്ല. ഇടയ്ക്കിടയ്ക്ക് ചില പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർത്ത് ഇവർ ഉള്ളുകൊണ്ട് കരയുന്നുണ്ട്. പക്ഷെ പുറമേ ചിലപ്പോൾ ഇവരത് കാണിക്കില്ല. നിങ്ങളുടെ എനർജിയാണ് കേട്ടോ പറയുന്നത്. പുറമേ അത് കാണിക്കില്ല, പുറമെ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കരയുകയാണ്. ആ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50-50 അതാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾ ഒരു ആ ഒരു ഡിപ്രഷനിൽ ഇരിക്കാനായിട്ടൊന്നും തോന്നില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്കുണ്ട് അത്യാവശ്യം ഡിപ്രഷൻ ഉണ്ട്, വിഷമമുണ്ട്, ഈ വ്യക്തിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങളുടെ ഒരിത്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ചിലപ്പോ തേർഡ് പാർട്ടിയോടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷനോടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി നന്നായി പോണെന്ന് ഇവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയുള്ള പേഴ്സൺസിനെയാണ് ഞാനിവിടെ കാണുന്നത്. അല്ലാണ്ട് കംപ്ലീറ്റ്ലി ഒരു ഫ്രോഡ് ടൈപ്പോ അല്ലെങ്കിൽ നിങ്ങളെ പർപ്പസ്ഫുള്ളി ഉപേക്ഷിച്ചു പോയ വ്യക്തികളെയോ അല്ല ഇവിടെ കാണുന്നത്. ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നു ഇത് നന്നായിട്ട് പോണം എന്നുള്ളത്. പക്ഷെ സാഹചര്യവശാൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷെ ഇങ്ങനെ ആവാതിരിക്കാനായിട്ടും ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, അവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലും ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് കഴിഞ്ഞു, ഇനി ഈ റിലേഷൻഷിപ്പിന് വലിയ ഭാവിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ളതാണെന്നൊക്കെ നിങ്ങൾക്കറിയാലോ. ഇപ്പൊ റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. അവർ ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ഹാർഡ് വർക്ക് ചെയ്ത് മടുത്തു. അവർക്ക് ഇനി ഇതിനപ്പുറം ചെയ്യാനായിട്ട് ഒന്നും പറ്റില്ല, ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു എനർജിയാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഒരു മിറാക്കിൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചല്ല ഇത് ഷഫിൾ ചെയ്തെടുത്തത്.
ഇതിനകത്ത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. സ്ട്രെങ്ത് അങ്ങനെയുള്ള കാർഡുകളൊക്കെ മേജർ ആർക്കാനെന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴെയായിട്ട് നമുക്കിവിടെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. സണ്ണിന് മുൻപായിട്ട് ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് വന്ന ഒരു രീതിയും ആ കാർഡ്സ് വന്നതും എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, എനിക്ക് തന്നെ ഭയങ്കര വണ്ടറിങ് തോന്നുന്നു ഇങ്ങനെ വന്നതുകൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് ലാസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് വൺസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതിനകത്തും 4 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. പിന്നെ കോമൺ ആയിട്ട് വന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ 2 പേജ് ഓഫ് വൺസ് ഉണ്ട്. എങ്കിലും ഈ 4 ഓഫ് വൺസും 2 ഒരേപോലെ വന്നിരിക്കുന്നു. അത് ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ചിലപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ റീഡറിന് തന്നെ ഒരു അതിശയം തോന്നും, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത്. അതുപോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ഇത് റെസൊനേറ്റ് ആവുന്ന വ്യക്തികളെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ സോൾമേറ്റോ സോൾ ടൈയോ അല്ലെങ്കിൽ സോൾ കോൺട്രാക്റ്റോ ട്വിൻ ഫ്ലെയിമോ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള രണ്ട് വ്യക്തികളാണ് ഇത് ഈ ഒരു എനർജിയുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഒരു ഡിവൈൻ മെസ്ക്യുലിൻ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ എന്ന് പറയുന്ന പോലത്തെ 2 എനർജീസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്പ്രെഡ് കാണുമ്പോൾ അറിയാലോ എന്തായിരിക്കും ഇതിന്റെ ഒരു റിസൾട്ട് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് ആണ്. ഇനി ഇത് ഫുള്ള് കാണാനായിട്ട് ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. ഇനി ഇത് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ശ്വാസം മുട്ടി നിൽക്കും എന്ന് ഒരാളെന്നോട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കേണ്ട, തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഫസ്റ്റ് ആ ഒരു ഏഞ്ചൽസ് മെസ്സേജ് തന്നെ റൊമാൻസ് ആണ് വന്നിരിക്കുന്നത്. അതിനുശേഷം എടുത്ത 2 ഡെക്കും അതും എന്താ പറയാ നല്ല അടിപൊളിയായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ്, അതായത് എ ന്യൂ ബിഗിനിങ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ബോട്ടം എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് കപ്സ്, അതായത് ഓവർഫ്ലോ ആണ്, സ്നേഹം, ലവിന്റെ ഓവർഫ്ലോ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്ര ഒരു ഭയങ്കരമായിട്ട് ഉള്ള ഒരു എനർജീസ്, ഒരു സ്ട്രോങ് എന്താ പറയാ, വീണ്ടും ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു റീയൂണിയൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇപ്പൊ 2 പേരും പ്രസന്റ്ലി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളിലോ മാനസിക സംഘർഷങ്ങളിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളിലേക്ക് ഒരു സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എത്തുമെന്നുള്ളതാണ്. അവരിപ്പോ ചിലപ്പോൾ കുറച്ച് ഫിയർ ആയിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടോ ഒക്കെ ഇരിക്കുന്നവരായിരിക്കാം. പക്ഷെ അവര് ഇനി ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിലേക്ക് വരും. അവരൊരു കിങ് ഓഫ് സോർഡ്സിന്റെ എനർജിയിലേക്ക് ഇവിടെ വരും. നമുക്കറിയാം ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയാ, ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനോട് കൂടി ഒരു നല്ല ഗഡ്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ആ ഒരു എനർജിയിലേക്ക് അവർ വരും എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ അതുപോലെ ഒരു സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ട് വരും. അവർക്ക് നിങ്ങൾക്ക് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ തരാൻ പറ്റും. ആരൊക്കെയാണ് അകറ്റിയതെങ്കിലും അവർക്ക് പിന്നെ ആ ഒരു സമയം വരുമ്പോൾ അവർക്ക് അതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ തേർഡ് പാർട്ടി നമ്മൾ പീപ്പിളിനെയും സിറ്റുവേഷനൊക്കെ പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയും എൻ്റെ അടുത്തുനിന്ന് അവളെ തട്ടിക്കൊണ്ടുപോയത് അവരാണ് അല്ലെങ്കിൽ അവനാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് ഈ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ നമ്മൾ ഇതിലൊക്കെ ഒന്ന് കിടന്ന് ബുദ്ധിമുട്ടണം, അതിന് വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്ന ആൾക്കാരാണ് അവരവരുടെ ഒരു കർമ്മ അങ്ങനെ ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ രാമായണത്തിന്റെ സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ശ്രീരാമ പട്ടാഭിഷേകത്തിന് തൊട്ട് മുൻപായിട്ടാണ് കൈകേയിക്ക് മനംമാറ്റം ഉണ്ടായത്. അതുവരെ അടുത്ത ദിവസം ശ്രീരാമന്റെ പട്ടാഭിഷേകമാണ്, രാജാവായിട്ട് പ്രഖ്യാപിക്കുകയാണ്, യുവരാജാവായിട്ട്. അതിന് തൊട്ട് മുൻപ് ഈ ഒരു മനംമാറ്റം ഉണ്ടായത് ഇവരുടെ ഒരു തോഴിയായിട്ടുള്ള മന്ദര എന്ന് പറഞ്ഞ സ്ത്രീ കുറെ എന്താ പറയാ കുബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുത്തതിൽ നിന്നാണ്. അപ്പൊ ആ ഒരു ലേഡിയുടെ ഒറ്റ ഒരു പ്രവർത്തനമാണ് ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തത്. അല്ലെങ്കിൽ അവരവിടെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് രാജ്യം ഭരിച്ച് അങ്ങനെ കഴിയേണ്ട വ്യക്തികളാണ്. പിന്നീട് ഈ വനവാസം, കംപ്ലീറ്റ് പ്രശ്നങ്ങള്, ഇതെല്ലാം അവർ നേരിട്ടു. അപ്പൊ ഇത് മുഴുവൻ വന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അവരുടെ ആ ഒരു 14 വർഷം അവർ പലതും അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് മോക്ഷം കൊടുക്കുന്നുണ്ട്, ശിലയായി കിടന്നവർക്ക് മോക്ഷം കൊടുക്കുന്നുണ്ട്.
അങ്ങനെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ രാവണ നിഗ്രഹം നടക്കണം. അപ്പൊ ഇതൊക്കെ നടക്കണമെങ്കിൽ ഇതൊന്ന് നടന്നേ പറ്റൂ. അപ്പൊ ഇത് പറഞ്ഞ പോലെയാണ് സംഭവം. കാരണം നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കാൻ യോഗം കിടക്കുന്നു, അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വേറെ ആൾക്കാർ വരുന്നു, അവരിതിനാൽ നിയോഗിക്കപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരോടും അങ്ങനെ വലിയ വൈരാഗ്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് ഇത് അനുഭവിക്കാനുള്ള യോഗം ദൈവം തന്നിരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അതിനൊക്കെ ഓരോരുത്തർ ഓരോ റോളായിട്ട് വന്നിരിക്കുന്നു, ഒരു ഡ്രാമ പോലെ. അതാണ് ഇവിടെ പറയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മളുടെ യോഗമാണിത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്ക് 3 തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ആൾക്കാരെ പറയാൻ പറ്റും. ചിലവര് ഇതിൽ നിന്ന് തന്നെ പോകാൻ പറ്റാതെ എന്താ പറയാ, ഇതൊരു ലൂപ്പിൽ പെട്ട പോലെ ഇതിൽ കിടന്നങ്ങനെ കറങ്ങും, ഇവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോ അങ്ങനെ പക്ഷെ അവരുടെ ലൈഫ് അതിൽ തന്നെ കിടന്ന് വട്ടം കറങ്ങി അങ്ങനെ തീരും. അവർക്കൊരു ഉയർച്ച ഉണ്ടാവുകയോ അവരെ ഒന്ന് സെൽഫ് ലവ് ചെയ്യാനൊന്നും ചെയ്യില്ല. കാരണം ഫുൾ ടൈം ഈ ഒരു ചിന്തയിലാണ്. അങ്ങനെയുണ്ട് കുറെ പേര്. കുറെ ആളുകൾ കുറച്ചധികം അനുഭവിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് തോന്നും ഇനി മതി, ഇത്രയൊക്കെ ഞാൻ കാത്തിരുന്നില്ല, ഇനി ഒന്നും രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് മൂവ് ഓൺ ചെയ്ത് അവരുടെ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കി പതിയെ ഗ്രാജുവലി അവരത് മറന്നു പോകാനായിട്ടൊക്കെ തുടങ്ങും. പക്ഷെ ഈ 2 കാറ്റഗറിയിൽ പെട്ടവരിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴും ഈ ലൂപ്പിൽ കിടന്ന് കറങ്ങി അയ്യോ ഇവര് പോയേ എനിക്ക് ശ്വാസം മുട്ടുന്നു, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ചില ക്ലയൻസ് എൻ്റെ അടുത്ത് വരുമ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെ പറയുന്നവരിലേക്ക് ഒരിക്കലും ഇവർ തിരിച്ചു വരില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല. നിങ്ങൾ അങ്ങനെ കിടന്ന് ഇതിനു വേണ്ടി കിടന്ന് സ്ട്രഗിൾ ചെയ്ത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെപ്പോ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണമെന്ന് ഞാൻ പറയില്ല. കാരണം മൂവ് ഓണൊക്കെ പെട്ടെന്ന് എല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ പതിയെ ഗ്രാജുവലി ഇതൊന്ന് മനസ്സിലാക്കി, ഇപ്പൊ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ നിയോഗം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഗോയിങ് വിത്ത് ദ ഫ്ലോ, നമ്മൾ ആരോ നിയന്ത്രിക്കുകയാണ്, അതിനനുസരിച്ച് അങ്ങോട്ട് പോവുക, എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയുള്ള എനർജീസ് ആരുടെ ആയാലും ഞാൻ പറഞ്ഞില്ല, ആ ഒരു എങ്ങനെയാണ് നിങ്ങളുടെ എനർജി അതുപോലെ അവരുടെ എനർജി. അപ്പൊ ഇതുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ജഡ്ജ്മെന്റ് പീരീഡിന് ശേഷം ഇവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മ ബേസ് ചെയ്ത് നിങ്ങൾ ആ 2 പേരുടെയും ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു പവിത്രത അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി എങ്ങനെയാണോ അത് കഴിഞ്ഞ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ജഡ്ജ്മെന്റ് പീരീഡ് ഉണ്ട്. അതിനുശേഷം നിങ്ങളിലേക്ക് ഒരു പ്രകാശം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇനിയിപ്പോ ഞാനിതിൽ പറഞ്ഞാൽ 50-50 ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഗ്രാജുവലി പതിയെ ചേഞ്ച് ചെയ്ത് പോവുക. നമ്മൾ എന്തോരം ഇതിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്താലും ഇന്നതൊക്കെ പോലെ സംഭവിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും ക്ലൂസും കൂടി എടുക്കാൻ എപ്പോഴും പറയും. അപ്പൊ തീർച്ചയായിട്ടും ഇത് മാത്രമല്ല, നമുക്ക് ക്ലൂസും കൂടി എടുക്കാം. അപ്പൊ എന്തായാലും ഇത് ഒരു വളരെ 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 പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വെയിറ്റ് ചെയ്ത് അവരുമായിട്ടൊരു നല്ല ലൈഫ് പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ 101% ഇതൊരു നല്ല സ്പ്രെഡാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യുക, ഇത് കമന്റ് ചെയ്യുക. നിങ്ങളിലേക്ക് ഇവര് ഇതുപോലെ ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട് നിങ്ങളത് പ്രേ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിനി ക്ലൂസും കൂടി എടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഏരീസ് ആണ്. N July month, Z D Leo, October, Pisces, F, number 25, 24, 14, J, 19, E,
letter H, number 21, August month, June month, number 28, number 6, number 29, number 30. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു എനർജിയും അതുപോലെ തന്നെ അവരുടെ എനർജി പ്ലസ് നമുക്ക് ഈ ക്ലൂസ് ഇതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ ആഫ്റ്റർ ഓൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നമ്മൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴാണ് ഇതിലൊക്കെ എത്രത്തോളം നിങ്ങളിലേക്ക് നിങ്ങളുടെ എനർജീസ് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജനറൽ റീഡിംഗ് വരുമ്പോൾ ഒരു 80% നിങ്ങൾ മനസ്സിൽ കൊടുക്കാൻ പാടുള്ളൂ. കാരണം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റെസണേഷൻ ആയിട്ട് തോന്നിയാൽ പോലും ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു വളരെയധികം പോസിറ്റീവ്, എനിക്ക് തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു. നല്ലൊരു സ്പ്രെഡ്, വളരെ നല്ലൊരു സ്പ്രെഡ്. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു വ്യക്തി ആ ഒരു ഡിവൈൻ ടൈമിൽ പഴയതിലും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവോടുകൂടി അല്ലെങ്കിൽ ആ ഒരു എനർജിയോടുകൂടി നിങ്ങളിലേക്ക് വരട്ടെ, നിങ്ങൾക്കൊരു പീസ്ഫുൾ ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രേ ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമ്മളുടെ ആ ഒരു വിന്നേഴ്സ് ആരാണെന്നുള്ളതും കൂടി ഞാൻ ഇതിന്റെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ ഇപ്പോൾ ഇട്ടേക്കാം. ഓക്കെ.